guys, welcome to the third session of our third chapter, Organization of Data. So last classes we discussed about frequency distribution, how to make frequency distribution, and we just introduced with what is inclusive class intervals and what is exclusive class intervals. So we can say that in discrete variable cases both either inclusive or exclusive is used, whereas in continuous variables we normally use what inclusive class intervals. Say നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ ഒരു കണ്ടിന്യൂസിൻ്റെ എക്സാമ്പിൾ, സേ നമ്മുടെ വെയിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞതുപോലെ വെയിറ്റോ ഹൈറ്റോ ആയിരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ഒരു വെയിറ്റ് നമ്മളിപ്പോൾ നമ്മുടേത് 0 to 10, നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു 11 to 20, 21 to 30 ഇങ്ങനെയുള്ള രീതിയിലാണ് ഇൻക്ലൂസീവിൻ്റെ ഉണ്ടാവുക. കാരണം ഒരു വാല്യൂ പിന്നെ 10 എന്നുള്ള വാല്യൂ പിന്നെ ഇവിടെ ഇട്ടില്ല, നേരെ മറിച്ച് ഈ 0 to 10, 10 to 20 എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അത് പൊതുവെ ഒരു എക്സ്ക്ലൂസീവിൻ്റെതായിരിക്കും. കാരണം ഈ 10 ഉം 10 ഉം ഇവിടെ രണ്ട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ബട്ട് ഇവിടെ അങ്ങനെയുള്ള രീതിയിലുള്ള റിപ്പീറ്റേഷൻസ് ഉണ്ടാവില്ല. 31 to 40 ഇതിൻ്റെ ഒരു മീനിങ് എന്താണ്? ഈ 31 to 40 എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ 31 and above ഉണ്ട്, 40 and below എന്നുള്ളൊരു മീനിങ് ആണ്. സേ ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ തൂക്കം 39.9999 ആണെങ്കിലും അതെന്താവും, ഇവിടെ വരും എന്നുള്ളതാണ്. കാരണം അത് 40ൽ താഴെയാണ്, അല്ലെങ്കിൽ 40 ആണെങ്കിലും അത് അതിൽ താഴെയാണ്. സോ ഒരു കണ്ടിന്യൂസിൻ്റെത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ മാത്രമല്ല അതിൽ വരിക, അണ്ടർ 40 എന്നുള്ള ഒരു മീനിങ് ഫുൾ വരും. ഡിസ്ക്രീറ്റിൻ്റെ കേസിലാകുമ്പോൾ നമുക്കിങ്ങനെ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ നോർമലി ഈ ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നും ഡിസ്ക്രീറ്റിന് പൊതുവെ വരാറില്ല. സോ കണ്ടിന്യൂസ് കേസിൽ നമ്മൾ ഈ 31 to 40 എന്ന് പറയുമ്പോൾ എന്താണ്, എബോവ് 31ഉം പിന്നെ ബിലോ 40. ആ ബിലോ 40യിലെ ഏത് വാല്യൂം ഇവിടെ ഇങ്ങനെ 99 ഇട്ട് പോയാലും അല്ലാതെ ജസ്റ്റ് 39, 40 എന്നില്ല. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്ക് എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ആണ് എന്ത്, കണ്ടിന്യൂസ് വേരിയബിൾസിന് നമ്മൾ യൂസ് ചെയ്യാനാണ് നമുക്കെന്ത് സൗകര്യം. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. എന്താണ് ഈ 0 to 10, 11 to 20, 21 to 30 ഇതാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽസ്. എൻ്റെ തൂക്കം 10.5 10.5. Where will I include this guy? 10.5. No need of 10.5. Then 10.4 ആണ്. 10 കിലോ 400 ഗ്രാം ഉണ്ട്. അപ്പോൾ 10 കിലോ 400 ഗ്രാം തൂക്കമുള്ള ആളെ ഞാൻ എവിടെ ഇൻക്ലൂഡ് ചെയ്യും? സോ ഇവിടെ നമ്മൾ ഒരു ബ്രേക്ക് കാണുന്നുണ്ട് അല്ലേ? ഈ 10ൻ്റെയും 11ൻ്റെയും ഇടയിലുള്ളൊരു നമ്പർ നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നില്ല. സോ ഈ ഇൻക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെൽസിനെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം ഈ 10,400നെ നമുക്ക് ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം. സോ നമ്മൾ അതിനെന്താക്കും, ഈ ക്ലാസ് ഇൻ്റർവെൽസിന് ജസ്റ്റ് ഒരു മാറ്റം വരുത്തും. സോ അതെങ്ങനെയാണ് ആ മാറ്റം വരുത്തുക? നമ്മൾ ഈ അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് പ്ലസ് ലോവർ ലിമിറ്റ് ഓഫ് ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് മൈനസ് അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. നമ്മൾ ഇക്വേഷൻ പൂർണ്ണമായിട്ടില്ല, ഞാൻ ജസ്റ്റ് ലോവർ ലിമിറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് എന്താ 11, അപ്പർ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് എന്താ 10. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 11 - 10 എത്രയാണ്? 11 - 10 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? 0.5 അല്ലേ? 0.5 ആണ്. സോ ഈ 0.5നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഈ അപ്പർ ലിമിറ്റ്സിലും ലോവർ ലിമിറ്റ്സിലും നമ്മൾ എന്താക്കാണ്, ഈ 0.5നെ ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്ട് ചെയ്യാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ഗോട്ട് എ 0.5. നമുക്കൊരു 0.5 കിട്ടിയിട്ടുണ്ട്. 11 - 10 by 2, അതായത് ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റോടെ നമ്മൾ കുറച്ചു.
11 minus 2 10.5 ഇങ്ങനെ 0.5 നമുക്ക് കിട്ടി. ഇനി ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും നമ്മൾ ഈ 0.5 വെച്ചിട്ട് ഒരു ചെറിയ കളി കളിക്കാൻ വേണ്ടി പോവാണ്. സോ ഈ ലോവർ ലിമിറ്റിലെല്ലാം ലോവർ ലിമിറ്റിൽ സബ്സ്ട്രാക്ട് 0.5, ഈ 0.5 നമ്മൾ കുറയ്ക്കുക. എല്ലാ ലോവർ ലിമിറ്റ് എന്താ, ഇത് ഫുള്ള് നമ്മുടെ ലോവർ ലിമിറ്റ് അല്ലേ. ഹയർ ലിമിറ്റിൽ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റിൽ ആഡ് ഈ 0.5 അങ്ങനെ ഒന്ന് മാറ്റി നോക്കിയാൽ ഇതെങ്ങനെയായിരിക്കും, നമ്മുടെ ക്ലാസ് ഇൻ്റർവൽസ് എങ്ങനെയായിരിക്കും. 0.5 0 എന്ന് നമ്മൾ 0 എന്ന് പറയുമ്പോൾ നമ്മൾ -0.5 എന്ന് വരും. ബട്ട് നമ്മൾ അവിടെ 1 എന്നുള്ള അർത്ഥം പൊതുവെ ഫ്രീക്വൻസി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. -0.5 10.5 അല്ലെങ്കിൽ 10.5 to 20.5. കാരണം ഈ അപ്പർ ലിമിറ്റിൽ ഒന്നും നോക്കണം. ഇനി അപ്പർ ലിമിറ്റിൽ 0.5 ആഡ് ചെയ്ത് നോക്കി. എനിക്കിനി 30.5 40.5 50.5. ഇനി എൻ്റെ ഈ ലോവർ ലിമിറ്റിലെല്ലാം ഞാൻ എന്താക്കാണ്, 0.5 കുറയ്ക്കുകയാണ്. 20.5 21 ഞാൻ 0.5 കുറച്ചു, 31 ഞാൻ 0.5 കുറയ്ക്കുമ്പോൾ 31.5, 41 ഞാൻ 0.5 കുറയ്ക്കുമ്പോൾ എന്താണ് 40.5. സോ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഈ 10,400 എന്ന് പറയുന്നത് ഞാൻ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ ഈ 10,400 എവിടെ ഉൾപ്പെടുത്താം, ഇവിടെ ഉൾപ്പെടുത്തിക്കൂടെ. 10.5 കിലോൻ്റെയും താഴെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. സോ ഈ ഇൻക്ലൂസീവ് മെത്തേഡിൽ ചില വേരിയബിൾസ് എന്തായിരുന്നില്ല, ഇൻകോപ്പറേറ്റ് ചെയ്തിരുന്നില്ല. സോ ആ ഇൻകോപ്പറേറ്റ് ചെയ്യാത്ത വേരിയബിളിനെ നമ്മൾ ക്ലാസ് മാറ്റി എന്താക്കി അതിലേക്ക് ഉൾപ്പെടുത്തി. സോ നമ്മൾ ഈ 0.5 വെച്ചു എല്ലാ ലോവർ ലിമിറ്റിനെയും നമ്മൾ 0.5 സബ്സ്ട്രാക്ട് ചെയ്തു. എല്ലാ അപ്പർ ലിമിറ്റിൻ്റെയും എന്താക്കി 0.5 നമ്മൾ എന്താക്കി അപ്പർ ലിമിറ്റിൻ്റെ 0.5 കൂട്ടി, ലോവർ ലിമിറ്റിൻ്റെ 0.5 നമ്മൾ കുറച്ചു. സോ വൺ തിങ് ഐ ഹാവ് ടു ക്ലാരിഫൈ ഈസ് ദാറ്റ് ഈ 0 to 10 ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഈ ഫസ്റ്റിൽ ഈ 0ൻ്റെ ഇവിടെ നമ്മൾ തുടങ്ങുന്ന ഇതാണ്. അവിടെ നമ്മൾ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, കാരണം നമ്മൾ അവിടുന്ന് നമ്മൾ ലോവർ ലിമിറ്റാണ്. സോ അവിടെ നമ്മൾ എന്താക്കേണ്ട ഈ 0.5 കുറയ്ക്കണമെന്നില്ല. ബട്ട് ടെക്നിക്കലി നിങ്ങളത് കുറയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾ ആൻസറിൽ വ്യത്യാസമൊന്നും വരില്ല. ബിക്കോസ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഒരിക്കലും ഉണ്ടാവില്ല. ഫ്രീക്വൻസി വിൽ ബി വാട്ട്, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഫ്രീക്വൻസി എപ്പോഴും ഉണ്ടാവുക. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒക്കറൻസ് ആണല്ലോ. -5 എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒക്കറൻസ് ഉണ്ടാവില്ല. either it should be a what, ഒരു പോസിറ്റീവ് നമ്പർ ഉള്ളത്. സോ യു ഡോണ്ട് നീഡ് ടു ചേഞ്ച് ഈ ഫസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ ലോവർ ലിമിറ്റിൽ മാറ്റം വരുത്തണം നിർബന്ധമില്ല. ബട്ട് ബാക്കിയുള്ള ഇതിനെല്ലാം നമ്മൾ എന്താക്കുക, 0.5 കൂട്ടുക, 0.5 അപ്പർ ലിമിറ്റിൽ കൂട്ടുക, 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുക. സോ ഇവിടെ നമ്മൾ 11 ആയിരുന്നു, 11 0.5 കുറച്ചു, 21 0.5 കുറച്ചു, 31 0.5 കുറച്ചു, അപ്പോൾ 30.5 ആണ്. 30.5 അല്ല, 31.5 അല്ല, 30.5. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഏകദേശം നമ്മുടെ എക്സ്ക്ലൂസീവിൻ്റെ മെത്തേഡ് തന്നെയായി. 20.5 20.5 30.5 30.5. സോ വി ഹാവ് ടു ഡിസൈഡ് ഇൻ വിച്ച് വാട്ട് ഈ 30.5നെ എവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ പിന്നെ തീരുമാനിക്കണം. ബിക്കോസ് 30.5 ഒന്നുകിൽ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്താതിരുന്നാൽ മതി. ജസ്റ്റ് അതും നമ്മൾ വാട്ട് എക്സ്ക്ലൂസീവ് ആകുമ്പോൾ വി സെഡ് വി ഹാവ് ടു എയ്തർ ഇൻക്ലൂഡ് ലോവർ ലിമിറ്റ് ഓർ അപ്പർ ലിമിറ്റ്. സോ decide on which thing we want to include. If you are about including the upper limit means you have to exclude the lower limit. That all things you have to keep in mind. So നമ്മൾ പിന്നെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് മാർക്ക് ആയിരുന്നു. സോ ആ ക്ലാസ് മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി കർവ് വരച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെയുള്ള ഈ അഡ്ജസ്റ്റഡ് ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ക്ലാസ് മാർക്ക് എന്താണ്, ഈ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 എന്നുള്ള ഇതിൽ തന്നെ വരും. അപ്പോൾ 10.5 പ്ലസ് 20.5 ഡിവൈഡ് ബൈ 2 എത്രയാണ് വരിക, 21 ഡിവൈഡ് ബൈ 2 31 അല്ലേ, 31 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് വാട്ട് 15.5. ഇതാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽസ്. പിന്നെ ഇതിൻ്റെത് 20.5 പ്ലസ് 30.5 ബട്ട് 51 ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് വാട്ട് 25.5. സോ നമ്മുടെ ക്ലാസ് മാർക്ക് അങ്ങനെ നമ്മൾ പോകും. 15.5 25.5 then what 35.5 45.5. ആ രീതിയിൽ നമ്മുടെ അഡ്ജസ്റ്റഡ് ക്ലാസ് മാർക്കാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽ അനുസരിച്ച്
നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ക്ലാസ് മാർക്ക്. സോ വാട്ട് ആ രീതിയിൽ നമ്മളെ ക്ലാസ് ഇൻ്റർവെൽസ് നമ്മൾ ക്ലാസ് മാർക്ക് എങ്ങനെയാണോ കണ്ടുപിടിച്ചത് സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇൻക്ലൂസീവിന് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാസ് ഇൻ്റർവെൽസിൽ നടത്തിയെങ്കിൽ ആ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ അപ്പർ ക്ലാസ് ഇൻ്റർവെൽസ് പ്ലസ് എന്താണ് അഡ്ജസ്റ്റഡ് അപ്പർ ക്ലാസ് ഇൻ്റർവെൽ പ്ലസ് അഡ്ജസ്റ്റഡ് ലോവർ ക്ലാസ് ഇൻ്റർവെൽ ഡിവൈഡഡ് ബൈ 2 എന്ന ഇത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ക്ലാസ് മാർക്ക് നമുക്ക് കിട്ടും. സെയിം ആസ് വാട്ട് സെയിം മെത്തേഡ് ആസ് വി ഫൈൻഡ് ഹൗ വി ഫൈൻഡ് ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്കിൽ ജസ്റ്റ് നമ്മൾ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. ഇവിടെ അഡ്ജസ്റ്റഡ് ക്ലാസ് മാർക്കിൽ അഡ്ജസ്റ്റഡ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. The same method we have calculated what adjusted class mark. So we have been discussing about frequency distribution etc. എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുക? എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒക്കറൻസ് ആണ്. നമ്മുടെ കയ്യിലുള്ളത് റോ ഡാറ്റയാണ്. റോ ഡാറ്റ ഞാൻ പറഞ്ഞു നമ്മുടെ 100 കുട്ടികളുള്ള ക്ലാസ്സിലെ മാർക്ക് കിട്ടിയ ആളുകളെ നമ്മളിങ്ങനെ 1ൻ്റെ 100ൻ്റെ ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും 100 ആളുകൾ, അല്ലെങ്കിൽ 1ൻ്റെയും 50ൻ്റെ ഇടയിൽ 50 മാർക്കിലായിരുന്നു എക്സാം. സോ 50 മാർക്കിൽ എക്സാം കിട്ടി, 100 കുട്ടികൾ എക്സാം എഴുതി. അപ്പോൾ ആ കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് വരാം? 1 വരാം, 10, 14, 17, 25, എത്രയോ 25 വരാം, 24, അങ്ങനെ വാല്യൂസ് വരാം. പിന്നെ 34, 35, പിന്നെ 50 വരാം, കുറേ 50 വരാം, 45, അങ്ങനെ നമ്മുടെ റോ ഡാറ്റ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇതാണ്. നമ്മുടെ ഒരു ക്ലാസ് വന്നു, ആ ക്ലാസ്സിൽ 100 കുട്ടികളിൽ 100 ആളെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, ഞാൻ ജസ്റ്റ് പറയണം. 100 കുട്ടികളുണ്ട്, 50-ലായിരുന്നു പരീക്ഷ. അപ്പോൾ 50-ൽ ഉള്ള മാർക്ക്, ഓരോ കുട്ടീൻ്റെ മാർക്ക് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റാണ്. സോ ഈ 0 to 10ൻ്റെ ഇടയിൽ ഞാനിപ്പോൾ എഴുതിയതിൽ 1 ഉണ്ട്, 10 to 20ൻ്റെ ഇടയിൽ ഈ 10, 14, 17 ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസിനെല്ലാം ഇങ്ങനെ എഴുതി 30 to 40, 34, 35 ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളത്? നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ കുറഞ്ഞ നമ്പേഴ്സ് ഉള്ളൂ എങ്കിൽ നമുക്ക് എണ്ണിയാൽ മതി, ജസ്റ്റ് എണ്ണിയാൽ മതി. ഒരു 10 നമ്പർ ഉള്ളൂ എങ്കിൽ 10ൻ്റെ 20ൻ്റെ ഇടയിൽ, ഇപ്പോൾ 1ൻ്റെയും 10ൻ്റെ ഇടയിൽ 1 മാത്രമേ ഉണ്ട്. 10നെ നമ്മൾ ലോവർ ലിമിറ്റാണോ അപ്പർ ലിമിറ്റാണോ എന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇനിയിപ്പോൾ 10ൻ്റെയും 20ൻ്റെ ഇടയിൽ 14, 17 ഉണ്ട്, 10 ഉണ്ട്. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ 10 to 20 ആണെങ്കിൽ ഈ ലോവർ ലിമിറ്റിനെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഞാൻ ഇവിടെ ലോവർ ലിമിറ്റിനെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അപ്പർ ലിമിറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ 10 to 20 എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലോവർ ലിമിറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 to 20ൻ്റെ ഇടയിൽ എന്തുണ്ട്? 10, 14, 17 എനിക്ക് 3 ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് 10 ഉള്ളെങ്കിൽ വിരലുകൊണ്ട് എണ്ണി എൻ്റെ ഫ്രീക്വൻസി 3 ആണെന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ വേറെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ടാലി മാർക്കിംഗ് ആണ്. നമ്മുടെ ചെറുപ്പത്തിൽ ചില കളികളെല്ലാം കളിക്കുമ്പോൾ നമ്മൾ ഈ ടാലി മാർക്കിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 0 to 10ൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അപ്പർ ലിമിറ്റിന് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, സോ അതുകൊണ്ട് ഈ 10നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല. സോ ഞാൻ ടാലി മാർക്ക് 1 ഇട്ടു. ഇനി 10ൻ്റെയും 20ൻ്റെ ഇടയിൽ 10, 14, 17 അപ്പോൾ ഞാൻ എൻ്റെ ടാലി മാർക്ക് 1, 2, 3. ഇനി 20ൻ്റെയും 30ൻ്റെ ഇടയിൽ 25, 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാനിങ്ങനെ 1, 2, 3, 4. ഈ 5 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യും. സിമ്പിൾ. നമ്മൾ ചെറുപ്പത്തിൽ കളിയെല്ലാം കളിക്കുമ്പോൾ പല പോയിൻറ്റുകളെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് നോട്ട് ചെയ്തത്. അതായത് ഓരോ കളിയിലും ഓരോ പോയിൻ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ 1 എഴുതി, പിന്നെ വായിച്ച് പിന്നെ 2 എഴുതില്ല. നമുക്ക് ഓർമ്മയുണ്ട്, 1 എഴുതി ഇങ്ങനെ എഴുതി, 5 ആകുമ്പോൾ നമ്മൾ ഒരു കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വര വരയ്ക്കും. സോ സെയിം തിങ്, ദാറ്റ് ഈസ് വാട്ട് tally marking. So same tally marking goes here. 1, 2, 3, 4, 5, 6, 7. We have 5 plus 2. പിന്നെ ഇവിടെ 2. ഇപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കളികളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനത്തിന് ഒരു ഒഫീഷ്യലി ഒരു പേരെല്ലാം ടാലി മാർക്കിംഗ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. സോ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 10 to 20ൻ്റെ ഇടയിൽ ഫ്രീക്വൻസി എന്താണ്? 3 ആണ്. അതായത് 3 ഒക്കറൻസ് ഉണ്ട് 10ൻ്റെയും 20ൻ്റെ ഇടയിൽ 3 നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫ്രീക്വൻസി 3 ആണ്. 20ൻ്റെയും 30ൻ്റെ ഇടയിൽ നമുക്ക് 7 നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഫ്രീക്വൻസി എന്താണ്? 7 ആണ്. സോ ദാറ്റ് ഓൾ തിങ് ഈസ് വാട്ട് ഈ ടാലി മാർക്കിങ്ങിലൂടെ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ട്, ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഈ
0 to 1 ലാഖിൻ്റെ ഇടയിൽ 500 ആൾക്ക് 500 എന്ന് നമ്മൾ നമ്പർ ഇടുമ്പോൾ 50,000 രൂപ 500 ആൾക്ക് കിട്ടുന്നു എന്നൊരു മീനിങ് ആണ് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും. അതായത് ക്ലാസ് മാർക്കിൻ്റെ ഇടയിൽ സറൗണ്ട് ചെയ്തിട്ട് ഇത്രയും ഇതുണ്ട് എന്നുള്ള. ഇവിടുത്തെ ക്ലാസ് മാർക്ക് എത്രയാണ്? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് 5, ഇവിടെ 15, ഇവിടെ 25, ഇവിടെ 35. സോ ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ 25 എന്ന നമ്പറിന് 25 എന്ന നമ്പർ 7 പ്രാവശ്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു മീനിങ് കിട്ടുക. ബിക്കോസ് നമ്മൾ പിന്നെ ഈ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് ഇൻഫർ ചെയ്യാൻ പോകുക എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഈ ഡാറ്റ പഠിക്കാൻ പോവുകയാണല്ലോ. പിന്നെ നമ്മൾ ഈ ഡാറ്റ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാവില്ല. ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഈ കോളം പിന്നെ നമ്മുടെ കയ്യിലില്ല. നമുക്ക് ഡാറ്റ പഠിക്കാൻ എളുപ്പത്തിലാണല്ലോ. അപ്പോൾ ഈ ക്ലാസ്സിലെ കുട്ടികളെ മാർക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് പുറത്തുനിന്ന് നമ്മുടെ പ്രിൻസിപ്പാൾ വന്ന് ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എടുത്ത് നോക്കുമ്പോൾ 20 to 30 ഇടയിൽ 25 ആൾക്ക് മാർക്കുണ്ട്. ഈ 20 to 30 ഇടയിൽ 7 കുട്ടികളുണ്ട്. 30 to 40 ഇടയിൽ 2 കുട്ടികളുണ്ട്. ഈ ഒരു മീനിങ് ആണ് പ്രിൻസിപ്പാളിന് കിട്ടുള്ളൂ. ഹി വോണ്ട് ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വാട്ട് ഇവിടെ ഒരു 10 ഉണ്ടായിരുന്നു എന്നോ, ഇവിടെ ഒരു 14 ഉണ്ടായിരുന്നെന്നോ, ഇവിടെ ഒരു 17 ഉണ്ടായിരുന്നെന്നോ എന്നും അയാൾക്ക് മനസ്സിലാവില്ല. മീൻസ് അയാൾ ഇൻഫർ ചെയ്യുക എന്താണ്, 15ഓളം മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്. 15ഓളം മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്. മറ്റേ ആൾ ഇൻഫർ ചെയ്യുക 25ഓളം മാർക്ക് കിട്ടിയ 7 കുട്ടികളുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വാട്ട്സ് ഹാപ്പനിങ് ദർ ഇസ് എ ലോസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ ലോസ് ചെയ്യുകയാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 27 ഉണ്ടായിരുന്നു, 24 ഉണ്ടായിരുന്നു, 25 ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു 7 നമ്പർ കൂടിയിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേ നമ്മളിത് പുറത്തുനിന്ന് ഒരാൾ വന്ന് ഞാൻ പറഞ്ഞു ഈ നടുവിലത്തെ കോളം അവർ കാണില്ല, അവർ ആകെ കാണുക ഈ കോളാണ്. അപ്പോൾ 20 to 30 ഇടയിൽ 7 ആളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് വരിക എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് മാർക്കിൻ്റെ സറൗണ്ടിങ് ആയിട്ട് 7 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലെ പെർഫോമൻസ് അനുസരിച്ച് ഒരു 25 മാർക്കോളം കിട്ടിയ 7 കുട്ടികളുണ്ട്. അപ്പോൾ ആ ക്ലാസ് മാർക്കിൻ്റെ രീതിയിലാണ് നമ്മൾ ഇതിനെ ഇൻഫർ ചെയ്യുക. സോ അറ്റ് ദാറ്റ് സെൻസ് വി ആർ ലൂസിങ് ഇൻഫർമേഷൻ. ബട്ട് ഇത് ഒരു കണക്കിന് പോസിറ്റീവാണ്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക, നമ്മൾ ഒരാൾ വന്ന് നോക്കി ഇങ്ങനെ ഓരോ കുട്ടിയുടെ മാർക്ക് ഇങ്ങനെ കാണുന്നതിന് പകരം ഈ കോളം ഇല്ലാതെ നോക്കുമ്പോൾ തന്നെ ക്ലാസ്സിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് മനസ്സിലാവും. ഇത്രയും കുട്ടികൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദർ ഈസ് എ ലോസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ വാട്ട് frequency distribution, because it's only kind of taking what the class mark and the frequency around the class mark it is calculating. It is avoiding that ഇവിടെ ചിലപ്പോൾ 21 ഉള്ള കുട്ടി ഉണ്ടാവും, 29 ഉള്ള കുട്ടി ഉണ്ടാവും. സോ അതിനെ നമ്മൾ രണ്ടിനെയും നമ്മൾ എന്താണ് 25 ആയിട്ടാണ് കാണുന്നത്. സോ പക്ഷേങ്കിൽ ഈ 21ഉം 29ഉം തമ്മിൽ എത്ര മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്? 8 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. സോ അവിടെ ഒരു ലോസ് ഓഫ് ഇൻഫർമേഷൻ എന്തുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് തിങ് വി ആർ ഗോണ ലുക്ക് ഈസ് വാട്ട് ഫ്രീക്വൻസി ഓഫ് അൺഈക്വൽ ക്ലാസ്സസ്. നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ ഈക്വൽ ആയിരിക്കണോ അൺഈക്വൽ ആയിരിക്കണോ എന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് സെഷനിൽ, ഈക്വൽ ക്ലാസ്സസ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ബട്ട് അൺഈക്വൽ ആവുന്നതിൻ്റെ ചില കേസസ് പറഞ്ഞു. അതായത് ഒരുപാട് ക്ലാസ് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡെയിലി ഇൻകത്തിൻ്റെ കേസിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അൺഈക്വൽ ഇൻ്റർവെൽസിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ ഒരു സെർട്ടൻ ഇൻ്റർവെല്ലിൽ തന്നെ ഒരുപാട് ഡാറ്റാ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ അൺഈക്വൽ ഇൻ്റർവെൽസിന് വേണ്ടി പോകണം. സോ ആ ഒരു കേസാണ് അൺഈക്വൽ ഇൻ്റർവെൽസിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കേസാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ സൈഡിൽ ഇത് ഈക്വൽ ഇൻ്റർവെല്ലാണ്. ഈക്വൽ ഇൻ്റർവെല്ലിലുള്ള ഒരു ഫ്രീക്വൻസി, അതിൻ്റെ ക്ലാസ് മാർക്ക് 0 to 10 ക്ലാസ് മാർക്ക് 5 ആണ്, 10 to 20 ക്ലാസ് മാർക്ക് 15 ആണ്, ആൻഡ് സോ ഓൺ. അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് 186, 7, 21, 23, 29, 40 ഇങ്ങനെ 6, 5, 4. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഒരു ഇരട്ടാക്കെന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഒറ്റക്കാണുള്ളത്. അതായത് 18. ഈ ഒരു 3 ടേമിൽ മാത്രം, ഈ 40 to 70 മാത്രം വലിയൊരു കോൺസെൻട്രേഷൻ ഉണ്ട്. 21, 23, 19 നമ്മൾ 5 എല്ലാം കൂടി കൂടുമ്പോൾ ഏകദേശം 60ഓളം, 100 മൊത്തത്തിലുള്ളതെങ്കിൽ 60ഓളം വരുന്നത് ഈ ഒരു റേഞ്ചിലാണ്. എക്സാക്ട്ലി നോക്കുകയാണെങ്കിൽ 4, 9, 13, 3, 1, 6, 63ഓളം ഡാറ്റാ പോയിൻറ്റ്സ് എന്തുണ്ട്
ഇവിടെ ഈ 3 ടേബിളിൽ കോൺസെൻട്രേറ്റഡ് ആണ്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം, ഒരു അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിലേക്ക് പോവാം. സോ അങ്ങനെ ഒരു അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിലേക്ക് പോയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിവിടെ എഴുതിയത്. 0 to 10, 40 എത്തിയപ്പോൾ നമ്മൾ ഈ 40 to 15, 40 to 45 എന്ന് എഴുതി, 45 to 50 എന്ന് എഴുതി. അങ്ങനെ 40 to 15 രണ്ടായി ഡിവൈഡ് ചെയ്തു. സിമിലർലി ഗോസ് വിത്ത് 50 to 60, 50, 55, 55, 60. ഇങ്ങനെ ഇതിനെ 60, 65, 65, 70. അങ്ങനെ രീതിയിൽ നമ്മൾ ഇവിടെ എന്താക്കി, ഒരു അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസ് വന്ന് ഇവിടെ എല്ലാം നിങ്ങൾ നോക്കി, ഇവിടെ 10 ആണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ സൈസ് 5 ആയി. പിന്നെയും നമ്മൾ 10ലേക്ക് തന്നെ മടങ്ങി വന്നു. സോ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽസിലേക്ക് പോയത്. സോ അവിടെ ഫ്രീക്വൻസി എന്താണെന്നുള്ളതും ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തു. അവിടെ ഈ 20, ഈ 9, 12 എന്ന് പറയുന്ന ഈ 40 to 50 21 നമ്മൾ ഈ 9, 12 എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. അതായത് 40 മുതൽ 45 വരെ 9, 45 to 50 വരെ 12. അപ്പോൾ 50 to 16 നമ്മൾ എന്താക്കി, ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, 23. വേണ്ടല്ലേ. ഇപ്പോൾ ഇതിൽ 50 മുതൽ 60 വരെ 23 കുട്ടികളുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ ഡാറ്റയിൽ നിന്ന് നമുക്ക് തന്നെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടി. 55 താഴെ 7 കുട്ടികളുണ്ട്, 55 മുകളിലാണ് 16 കുട്ടികളും. അതായത് 23 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇൻഫർ ചെയ്യുന്ന ഡാറ്റ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു 55 നമ്മുടെ ക്ലാസ് മാർക്കിൽ 23 കുട്ടികളുണ്ട് എന്നൊരു ഡാറ്റയാണ് നമുക്ക് കിട്ടുക. ബട്ട് എക്സാക്ട്ലി ഇവിടെ 55 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇടയിൽ വരുമ്പോൾ 7 കുട്ടികൾ അങ്ങനെ ഈ 55ൻ്റെ ഇടയിൽ വരുന്നുള്ളൂ. ബാക്കി 55 മുതൽ 60 വരെയുള്ള ആ റേഞ്ചിലാണ് 16 കുട്ടികളുള്ളത്. സോ നമ്മൾ ഈ ഡാറ്റയെ ഒന്ന് ബ്രേക്കപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഈ കോൺസെൻട്രേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. സോ വി ആർ യൂസിങ് അൺഈക്വൽ ഇൻ്റർവെൽസ്. ഈ 19 നമ്മൾ 10 to 9 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ഇതാണ് നമ്മുടെ 19. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഒരു 10 എന്ന് പറയുന്ന ഇൻ്റർവെലിനെ 5 ആക്കി. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസ് എന്താവും, ക്ലാസ് മാർക്ക് എന്താവും? ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ അഡ്ജസ്റ്റഡ് ക്ലാസ് മാർക്ക് ആയിക്കോട്ടെ, അൺഈക്വൽ ഇൻ്റർവെലിൻ്റെ മാറ്റിയ ക്ലാസ് മാർക്ക് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ക്ലാസ് മാർക്ക് എന്താണ്? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. നമ്മുടെ 40 + 45 ഡിവൈഡഡ് ബൈ 2, 42.5. 45 + 50 that is equal to 95. 95 divided by 2 that is 47.5. upper limit plus lower limit divided by 2. അങ്ങനെ രീതിയിൽ നമുക്ക് എന്താക്കി, ക്ലാസ് മാർക്കും കിട്ടി. സോ ഇങ്ങനെ അൺഈക്വലായിട്ട് നമ്മൾ ഫ്രീക്വൻസി ഇൻ്റർവെലിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താക്കി, നമ്മുടെ ഡാറ്റയിൽ ഒരു ക്ലാരിറ്റി കിട്ടി. സോ ദാറ്റ് ഈസ് വാട്ട് ഫ്രീക്വൻസി ഓഫ് അൺഈക്വൽ ക്ലാസ്സസ്. നെക്സ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് വാട്ട് ഫ്രീക്വൻസി അറേ. നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടിന്യൂസിൻ്റെ രീതിയിലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫ്രീക്വൻസി ഓഫ് അറേ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിൾസിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ജമ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള നമ്മൾ പറഞ്ഞു കുട്ടി ഒരു വീട്ടിൽ എത്ര കുട്ടി ഉണ്ടാകുന്ന ചോദ്യത്തിന് നമുക്ക് 1.5 കുട്ടി ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ 1 കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ 2 കുട്ടി ഉണ്ടാവും, 3 കുട്ടി ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ 2.5 കുട്ടി 1.5 കുട്ടി എന്നും പറഞ്ഞിട്ടൊരു രീതിയിൽ വരില്ല. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എന്താണ് ഫൈനൈറ്റ് ആയിട്ടുള്ള ജമ്പ് വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസിനെ വിളിക്കുന്നതാണ് നമ്മൾ ഫ്രീക്വൻസി അറേ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് വേരിയബിൾസിൻ്റെയാണ്. സോ നമ്മളിവിടെ ഒരു 100 വീടുകളിൽ കയറി ഒരു സർവേ എടുത്തു. 100 വീടുകളുടെ ഡാറ്റയാണ് ഞാൻ ജസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഒരാൾ മാത്രമുള്ള വീട്, അതായത് സിംഗിൾ പസംഗ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കി. 5 ആളുകളുണ്ട്. ഒരു 2 ആൾ താമസിക്കുന്ന ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് വീട്, സൈസ് ഓഫ് ഹൗസ് ഹോൾഡ്. 2 ആളുള്ള വീട് 15, 3 ആളുള്ളത് 25, അങ്ങനെ 8 ആളുള്ളത് 2 വീട്, 7 ആളുള്ളത് 3 വീട്. അങ്ങനെ ജസ്റ്റ് എന്താണ് നമ്മൾ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സിനെ എന്താണ് ഈ സൈസ് ഓഫ് ഹൗസ് ഹോൾഡ്സും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്, അതായത് 4 ആളുള്ള വീട് 35 വീട്, 100 വീടിൽ നോക്കിയപ്പോൾ 4 ആൾ സൈസ് ഉള്ളത് 35 വീടുണ്ട്. 5 ആളുള്ളത് 10 വീട്, 6 ആളുള്ളത് 5 വീട്. അങ്ങനെ ജസ്റ്റ് എന്താണ് ഇവിടെ നമുക്ക് എന്തില്ല, ഒരു 10 to 20 എന്നും പറഞ്ഞിട്ടുള്ളൊരു ഡിവിഷൻ്റെ ആവശ്യമില്ല. കാരണം വളരെ ക്ലിയർ ആണ്. ഇവിടെ എന്തില്ല, 10.5 ഇല്ല, 20.5 ഇല്ല. സി ഗോട്ട് ഇറ്റ്. ഒന്നുകിൽ ഇവിടെ നമുക്ക് 10 വരാം, 11 വരാം, 12 വരാം. എന്താണ് സൈസ് ഓഫ് ഹൗസ് ഹോൾഡ്സ്. ഞാൻ പറഞ്ഞ പോലെ ഈ അര മനുഷ്യൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ അവിടെ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ജമ്പായിരിക്കും. ആ ഒരു തരത്തിലുള്ള ഡിസ്ക്രീറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രീക്വൻസി അറേ എന്ന് വിളിക്കുക. We are coming to the last session of our chapter, that is bivariate frequency. So what is bivariate frequency? Bi എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്?
അപ്പോൾ 2 എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബൈ ആനുവലി എന്ന് വെച്ചാൽ 2 വർഷത്തിലൊരിക്കൽ എന്നുള്ള ഒരു അർത്ഥമായിട്ടുണ്ടാവുക. സോ ബൈ വാരിയേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഫ്രീക്വൻസി ഉണ്ട് ഇവിടെ, 2 വേരിയബിളിൻ്റെ ഫ്രീക്വൻസി ഉണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ നോക്കുമ്പോൾ അറിയാം നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഇൻകം എന്നും പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിനെ മാത്രമേ നമ്മൾ എടുത്തു. നേരെ മറിച്ച് ഇവിടെ നമ്മൾ 2 വേരിയബിളിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്നുകിൽ ഇൻകം ആവാം അല്ലെങ്കിൽ എക്സ്പെൻസ് ആവാം. അപ്പോൾ അതിൽ നമുക്ക് ഒരു ഡാറ്റയിൽ തന്നെ ഒരാൾക്ക് എത്ര ഇൻകം ഉണ്ട്, ഒരാൾക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് വേറൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മഴയും അല്ലെങ്കിൽ നെൽകൃഷിയുടെ ഉൽപ്പാദനവും എത്ര മഴ പെയ്യുന്നു എന്നുള്ളത് ഒരു സൈഡിൽ എഴുതിയിട്ട് എത്ര നെല്ല് ഉൽപ്പാദിക്കുന്നു എന്നുള്ളത് ഒരു സൈഡിൽ എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മഴ കൂടുമ്പോൾ നെല്ല് ഉൽപ്പാദനം കൂടുന്നുണ്ടോ, ഇനി മഴ കുറയുമ്പോൾ നെല്ല് കുറയുന്നുണ്ടോ, മഴ നല്ലോണം കൂടി വെള്ളപ്പൊക്കമാകുമ്പോൾ നെല്ല് ഉൽപ്പാദനത്തിന് എന്ത് സംഭവിക്കുന്നു, ആ രീതിയിൽ 2 വേരിയബിൾസിനെ നമ്മൾ എന്താക്കുകയാണ് ഒരുമിച്ച് ഒരു ക്ലബ് ചെയ്തിട്ട് പഠിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്, സെയിൽസും അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. അതായത് നമ്മൾ പരസ്യത്തിൽ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ചിലവും സെയിൽസും തമ്മിലുള്ള ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു 30 കമ്പനി ഉണ്ട്. അപ്പോൾ ഇത് സെയിൽസ് ലാക്സിലായിക്കോട്ടെ, ഇതും തൗസൻഡ്സിലായിക്കോട്ടെ. അതായത് 65,000 രൂപ ചിലവാക്കുന്ന ലാക്സ് എന്ന് പറയുമ്പോൾ 1 കോടി, ഇതും ലാക്സിൽ തന്നെ ആയിക്കോട്ടെ, ലാക്സ് വാട്ട് എവർ, യൂണിറ്റ്സ് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇതും ലാക്സിൽ എടുക്കുകയാണെങ്കിൽ 60-65 ലക്ഷം പരസ്യത്ത് വരുമാനത്തിൽ ചിലവാക്കുന്ന ഒരാൾക്ക് 100 മുതൽ 110 ലക്ഷം വരെ കച്ചവടം ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഈ ഒരൊറ്റ 1 എന്നുള്ള ഒരു ഡാറ്റ നമ്മളോട് പറയുന്നത്. ഇനിയിപ്പോൾ ഈ 3 എടുത്ത് നോക്കിയാൽ ഇവിടെയുള്ള ഈ 3 ഒരുപാടുണ്ട്. ഇവിടെയുള്ള 3 അതായത് 70 to 75 വരെ എക്സ്പെൻസ് നടത്തുന്ന ഒരാൾക്ക് എന്തുണ്ട്, ഒരു കമ്പനിക്ക് എന്തുണ്ട് 120 to 130 സെയിൽസ് ഉണ്ടാവുന്ന 3 കമ്പനികളുണ്ട്. ഇത് നടത്തുമ്പോൾ ഇത് ഉണ്ടാവുന്നു എന്നുള്ളതല്ല, ജസ്റ്റ് പറയുകയാണ്. അതായത് 70 മുതൽ 75 ലക്ഷം വരെ പരസ്യ വരുമാനത്തിൽ ചിലവാക്കുന്നവയും അതോടൊപ്പം അതിൽ നിന്ന് ആ പരസ്യം കൊടുത്തത് കൊണ്ട് എന്തായി 120 മുതൽ 130 ലക്ഷം വരെ എന്തുണ്ടായി, വരുമാനം ഉണ്ടായി 3 കമ്പനികൾക്ക്. നേരെ മറിച്ച് ഈ കമ്പനിയുടെ സ്ഥിതി നോക്കിയാൽ ആ കമ്പനി 60 മുതൽ 65 ലക്ഷം വരെ മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. ബട്ട് അവർക്ക് എന്തുണ്ട് 120 to 130 വരെ സെയിൽസ് ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസിന് ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇവിടെ 80 to 85 വരെ ചിലവാക്കിയിട്ട് 3 കമ്പനികൾക്ക് എന്തേ കിട്ടിയുള്ളൂ, 110 to 120 വരെ മാത്രമേ സെയിൽസ് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ 80 to 85 വരെ ആഡ് എക്സ്പെൻസിൽ ചിലവാക്കുകയും 120 മുതൽ 130 വരെ കിട്ടുകയും ചെയ്ത ഒരു കമ്പനിയുണ്ട്. ജസ്റ്റ് അതാണ്. അതായത് നമ്മൾ ഈ പോയിൻറ്റിനെ ഈ ഇങ്ങോട്ടും ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ഈ പോയിന്റിന് ഇങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളോട് പറയുന്നതാണ്, ഈ 6 എന്ന നമ്പർ നമ്മളോട് പറയുന്നതാണ് 65 മുതൽ 70 ലക്ഷം വരെ പരസ്യത്തിൽ ചിലവാക്കിയിട്ടുണ്ട്. ബട്ട് അവർക്ക് എന്തുണ്ട് 130 മുതൽ 140 വരെ ലക്ഷം എന്തുണ്ട് വരുമാനം ഉണ്ടായിട്ടുണ്ട്. സോ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിലാക്കുക. എന്താണ്, ഇത്ര മഴ പെയ്തു ഇത്ര നെല്ല് ഉൽപ്പാദിച്ചു, ഇത്ര മഴ പെയ്തു ഇത്ര നെല്ല് ഉൽപ്പാദിച്ചു, ഇത്ര മഴ കിട്ടിയിട്ട് ഇത്ര നെല്ല് ഉൽപ്പാദിപ്പിച്ച ഇത്ര കർഷകരുണ്ട്. അതായത് ഇതിൻ്റെ നെല്ലിൻ്റെ മഴയുടെ അളവ് ഏകദേശം ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അതായത് 80 മുതൽ 85 വരെ എന്തോ മഴയുടെ എന്തോ കണക്കുണ്ട്, സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു മഴ കിട്ടി, മഴ കിട്ടിയപ്പോൾ ഇത്ര ടൺ അരി ഉണ്ടാക്കി. ആ 85 വരെ മഴ കിട്ടിയിട്ട് 110 മുതൽ 120 വരെ ടൺ അരി ഉണ്ടാക്കിയ 3 കർഷകരുണ്ട്. ഇങ്ങനെയും നമുക്കിതിനെ വായിക്കാം. ജസ്റ്റ് ഞാൻ വേറൊരു എക്സാമ്പിളിൽ പറഞ്ഞു തന്നല്ലോ. സോ ഇതാണെന്ത് ബൈ വാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരൊറ്റ സിംഗിൾ ഫ്രീക്വൻസിക്ക് പകരം നമ്മൾ എന്താക്കുകയാണ്, 2 ഇതിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഒരു ടോട്ടൽ അടിയിൽ എഴുതുന്നതിലൂടെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ 120 മുതൽ 130 വരെ 8 കമ്പനികൾക്കുണ്ട്, 130 മുതൽ 140 വരെ 10 കമ്പനികൾക്കുണ്ട്. ആ രീതിയിൽ നമുക്ക് ഡാറ്റ കിട്ടും. അതുപോലെ തന്നെ നേരെ ഇവിടുത്തെ ഒരു ടോട്ടൽ ഇടുന്നതോടുകൂടി 60 മുതൽ 65 വരെ ആഡ് സ്പെൻഡ് ചെയ്ത 5 കമ്പനികളാണുള്ളത്, 65 to 70 വരെ ആഡ് സ്പെൻഡ് ചെയ്ത 8 കമ്പനികളാണുള്ളത്, 80 മുതൽ 85 വരെ ആഡിൽ സ്പെൻഡ് ചെയ്ത 7 കമ്പനികളാണുള്ളത്. സോ ഇതും മാത്രം നോക്കുമ്പോൾ, അതായത് ഈ കോളോ മാത്രം നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മുടെ പഴയ യൂണിവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളെ തുടക്കത്തിൽ പഠിച്ച യൂണിവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ ഇതും മാത്രം നോക്കുമ്പോൾ വേറെ ഒരു യൂണിവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഈ ഒരു യൂണിവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ഈ ഒരു യൂണിവാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ക്ലബ് ചെയ്തു. അങ്ങനെ ക്ലബ് ചെയ്തിട്ട് എന്താക്കി ബൈ വാരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൊണ്ടുവന്നു. സോ ഈ ചാപ്റ്ററിൻ്റെ we have come to an end of this chapter. So
എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ നമ്മളോട് പറയുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ റോ വേരിയബിൾസിനെ നമ്മൾ എന്താക്കണം, കൂട്ടി ക്ലാസിഫൈ ചെയ്യണം. വി നീഡ് ടു the data collected should be what? Classified and organized. Then only we can interpret it properly. So guys, we are done with this third chapter. We started discussing this third chapter, that is organization of data, with discussing what is raw data. And then we move on to discuss about different types of classification. We said there is chronological classification, spatial classification, quantitative and qualitative classification. Then we discussed about continuous and discrete variable. Then we move on to discuss about what is frequency distribution. In that we discussed about class width, class interval, what is class mark, etc. Then we went on to discuss about how to prepare a frequency distribution and what are all the things to keep in mind, to what are all the conventions we need to follow while preparing a frequency distribution. Then we said about how to adjust the class interval for inclusive frequency distribution. And then we talked about tally marking. And then we said a shortcoming about frequency distribution, that it has loss of information. And then we move on to discussing about frequency array. And at last we discussed about unequal class intervals, and finally we said about what? Bivariate frequency distribution. So this whole thing sum up this chapter. So guys, study well, score good marks. Thank you.